ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പഴം ചിപ്സ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ഞാൻ ബനാന ചിപ്സിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് ബനാന ചിപ്സ് വറുത്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം ചിപ്സ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. വളരെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ പഴം ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പഴുത്തു പോകാത്ത പഴം വേണം നമ്മൾ പഴം ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ദിവസം പഴം അധികം പഴുത്തിട്ടുണ്ടാവില്ല, അന്ന് തന്നെ ചിപ്സ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗം കണ്ടോ, പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അധികം പഴുത്തൊന്നും പോയിട്ടില്ല. അധികം പഴുത്തൊലഞ്ഞു പോയ പഴം കൊണ്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കരുത്, എണ്ണ ഒരുപാട് കുടിക്കും, ചിപ്സ് ക്രിസ്പി ആയിട്ടൊന്നും കിട്ടത്തുമില്ല. നിങ്ങൾക്ക് എത്ര ചിപ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പഴം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുക്കാത്തതുകൊണ്ട് ഉരിച്ചെടുക്കാൻ പാടായിരിക്കും. മോൾ ഭാഗം കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തോല് മാറ്റിയെടുക്കാം. അപ്പോൾ 3 നേന്ത്രപ്പഴത്തിൻ്റെ തോലും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. ഗ്രേറ്ററിൻ്റെ ഒരു വശത്ത് നീളമുള്ള ബ്ലേഡ് കാണുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റർ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഗ്രേറ്റർ കാണും. അപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. പഴം ദാ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പഴം ചിപ്സ് നീളത്തിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും വീട്ടിലുണ്ടാക്കുമ്പം എളുപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഗ്രേറ്റർ യൂസ് ചെയ്താൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വറുത്തൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ വലുപ്പത്തിൽ നല്ല നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. കടയിലൊക്കെ വറുക്കുന്നത് കാണുമ്പോൾ ഡയറക്റ്റായിട്ട് അവർ എണ്ണയിലോട്ടാണ് സ്ലൈസ് ചെയ്ത് ഇടാറുള്ളത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് വേണം. പെട്ടെന്ന് നമ്മൾ എണ്ണയിലോട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം വറുത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ദാ ഇതേ കനത്തിൽ വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാൻ. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അധികം കട്ടി കൂടിപ്പോയാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പുവെള്ളമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ബനാന ചിപ്സ് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുന്നതെന്ന് നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിപ്സൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അധികം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ ഇപ്പം മീഡിയത്തിലാണ് വച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്ലോ ആവാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് വാരി ഇട്ട് കൊടുത്താൽ ചിപ്സ് തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോവും, പിന്നെ അത് ഇളക്കി എടുക്കാൻ പറ്റില്ല. എണ്ണയിലോട്ട് ഡയറക്റ്റായിട്ട് സ്ലൈസ് ചെയ്താണ് ഇടുന്നതെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, ഓരോന്നായിട്ടല്ലേ വീഴുന്നത്. ഇനി കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. തീയൊന്നും കൂട്ടിയിടരുത്, എന്നാൽ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകത്ത് വെന്തും കിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പം അതേക്കൊന്ന് മാറി വരെയും വേണം. പിന്നെ നമ്മൾ കുറേ പഴം ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത്. നമ്മൾ ഇടുന്ന പഴം എല്ലാം എണ്ണയുടെ മുകളിൽ പൊങ്ങിക്കിടക്കണം. അത്രയും ക്വാണ്ടിറ്റി പഴം മാത്രമേ ഇട്ട് കൊടുക്കാവൂ.
ഞാനിപ്പോൾ ഒരു പകുതി പഴം അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ കൂടുതലിട്ട് വറുത്തെടുക്കാം. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്ക് നമുക്കിതിലോട്ട് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, അത്രയും മതിയാവും. പഴത്തിന് മധുരമുണ്ട്, പിന്നെ ചെറിയ ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, പൊട്ടിത്തെറിക്കും. കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നീളമുള്ള തവി വല്ലതും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, കയ്യിലൊന്നും തെറിക്കരുത്. ഇനി നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ പത വരും, അതൊന്ന് മാറി കിട്ടുന്ന വരെ ഇളക്കി കൊടുക്കുക. പഴത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ കൂടുതൽ ബ്രൗൺ നിറം ആകാൻ നിന്നാൽ ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ കോരി എടുക്കുമ്പോഴേക്ക് കരിഞ്ഞു പോവും. നല്ല ബ്രൗൺ നിറം ഒന്ന് ആയി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാ പതയൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നമ്മൾ കോരി എടുക്കുമ്പോൾ ക്രിസ്പി അല്ല എന്നൊക്കെ തോന്നും, പക്ഷേ ചൂട് മാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. കോരി എടുക്കുമ്പം ഇതുപോലുള്ള ഒരു അരിപ്പയിലോട്ടോ വല്ലതും കോരി എടുക്കാം കേട്ടോ. അല്ലാതെ ന്യൂസ് പേപ്പറിലോട്ടൊന്നും ഇട്ട് വയ്ക്കരുത്, എന്നാൽ തണുത്തു പോവും. ഇതുപോലെ തന്നെ അടുത്തതും ഇട്ടിട്ട് വറുത്തെടുക്കുക. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് മാറിയതിന് ശേഷമാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കടയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാനതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. കേട്ടോ സൗണ്ട്? നല്ല ക്രിസ്പി അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലും എല്ലാം ഇട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കുക. കുറേ കാലം കേടാകാതിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.